ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വാരാണസിയിലാണ്. പുണ്യപ്രധാനായ നമ്മുടെ ഗംഗാ നദിയുടെ തീരത്തുള്ള കാശിയിലാണ് ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണ്, ഇവിടുത്തെ പ്രാധാന്യം എന്താണ്, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ മറ്റ് കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഈ ഒരു വാരാണസിയിൽ ഇങ്ങനെയുള്ള ചെറിയ ഗല്ലിയിൽ കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമാണ്. കാരണം ഒരു അത്രയും പഴയ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു മഴ പെയ്തു. മഴ കഴിഞ്ഞിട്ടുള്ള ഒരു മോർണിംഗ് ആണിത്. റോഡിൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെളിയും കാര്യങ്ങളാണ്, പക്ഷെ വെരി ക്ലീൻ. അങ്ങനെ വേസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ റോഡ് സൈഡിലൊന്നും കാണാനില്ല. നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ് ഈ ഷഹി റെസ്റ്റോറൻറ്റ്. ഞാൻ ഇവിടെ ഷഹി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. നമുക്കിവിടെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഒക്കെ നമ്മുടെ നാട്ടിലെ ഇഡ്ഡലി, വട അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. വന്നിട്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഇഡ്ഡലിയാണ്, നല്ല വലിപ്പമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല വലിപ്പമുള്ള ഇഡ്ഡലിയാണ്. 2 ഇഡ്ഡലി, സാമ്പാറും ചട്നിയും 65 രൂപയുള്ളൂ. നല്ല ഫുഡാണ്, കുഴപ്പമില്ല. എക്കണോമിക്കലുമാണ്, ടേസ്റ്റും ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ യാത്ര ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് വണ്ടികളാണ്. അതിങ്ങനെ ഷെയർ ഓട്ടോ പോലെ പോവും. അതിന് ടൊട്ടോന്നെങ്ങാനാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രിക് ആണ് സംഭവം, സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മുട്ടിന് ഈ സാധനം കാണാനുണ്ട്. ഈ ഒരു വഴി നേരെ പോകുന്നത് ദശാശ്വമേധ ഘട്ടിലേക്കാണ്. അവിടെയാണ് ഗംഗാ ആരതി, വൈകുന്നേരങ്ങളിൽ ഗംഗാ ആരതി ഉള്ളത്. ഭയങ്കര തിരക്കാണ്, കണ്ടില്ലേ. പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ വണ്ടികൾ അങ്ങനെ കയറ്റുന്നില്ല. ഈ ചെറിയ സ്കൂട്ടറും ബൈക്കും മാത്രമേ കയറ്റുന്നുള്ളൂ. ഈ ഒരു സ്ട്രീറ്റ് നേരെ പോകുന്നത് ആ ഒരു ദശാശ്വമേധ ഘട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലേക്കാണ്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ധാരാളം ഷോപ്സ് കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ കണ്ട അയർലൻഡിൽ നിന്ന് വന്ന ഒരു വ്ളോഗറാണ് ആള്. ഇന്ത്യയിൽ ഇപ്പോൾ 2.5 മാസത്തോളം ആൾ ഉണ്ട്. ഇപ്പോൾ ആളെ വീണ്ടും ഞാൻ കണ്ടു. അപ്പോൾ ആൾ ഹായ് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഒരുപാട് ഷോപ്സും കാര്യങ്ങളും കാണാൻ പറ്റും. ബനാറസ് സാരി, പട്ട്, അത് ഭയങ്കര ഫേമസ് ആണ്. അതിവിടെ എല്ലാ ഷോപ്സിലും നമുക്ക് കിട്ടും. അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. നമുക്കിവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഗല്ലികളായിരിക്കും കൂടുതൽ കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഗല്ലികളുടെ നടുക്കാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. മഴ പെയ്തുകൊണ്ട് തന്നെ ഒന്ന് തെന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മൊത്തം ഷോപ്സാണ്. അവർ കഴിക്കുന്നതും അവർ ജീവിക്കുന്നതും
കച്ചവടം നടന്നതൊക്കെ ഇതിൻ്റെ ഇടയിലാണ്. ഒരു വേറെ തന്നെ ഒരു കൾച്ചറാണ് ഇവിടെ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തോടുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതൊക്കെ ആസ്വദിക്കേണ്ട ഇവിടെ വരിക തന്നെ വേണം. ഒരു സാധു വരുന്നുണ്ട്, സന്യാസി. അതിനിടയ്ക്കൂടെയുള്ള വണ്ടി കൊണ്ടുള്ള പോക്കും ആൾക്കാരുടെ ആ ഒരു തിരക്കും. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു സംഭവമാണ്. പാലിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെലീഷ്യസ് ഐറ്റമാണിത്. ഇത് മലയു എന്നാണ് പറയുക. ഇത് ശശ്മലായി അങ്ങനെയും പറയും, മലയു എന്ന് പറയുന്നത്. പാലുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. അതായത് നമ്മളും ഒരു 100-200 വർഷങ്ങൾക്ക് മുന്നിലേക്ക് നടന്നു പോയ പോലെ ഉണ്ടാവും. അത്രയും ഒരു വൈബാണ് ഇതിനകത്ത്. ഇവിടുത്തെ ബോട്ടിങ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ വളരെ വളരെ ബാർഗെയിൻ ചെയ്ത് 200 രൂപ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ എടുക്കാം, നമ്മളിത്രയും ദൂരെ നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഓക്കെ പറഞ്ഞു. കാല് കയ്യെ വീണ് പറഞ്ഞു. ഭയങ്കര പൈസ പറയുന്നത്, 1000, 2000, 500, 800 പറയുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ 200 രൂപയോട് പറ്റുമെന്ന് ചോദിച്ചു. ആ ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം പുണ്യ പ്രധാനമായ ഗംഗാ നദി. ഇപ്പോൾ അത്ര മലിനവും കാര്യങ്ങളൊന്നും അല്ല, അതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലീൻ ഗംഗ എന്ന് വേണം പറയാൻ വേണ്ടി. ഭയ്യ ആപ്കാ നാം ക്യാ ഹൈ? सीताराम। हाँ इधर ही है ना घर? हाँ हाँ हाँ, उधर से आता है। हाँ, वो कितना साल इधर है काम करता है? हाँ 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 हाँ। ये गंगा नदी अभी बहुत क्लीन है ना, अच्छा है ना, पूरा सही किया ना? हाँ 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 हाँ। ഇപ്പോൾ ഇതാ കാണുന്ന അങ്ങ് അവിടെ കാണുന്ന ആ ഒരു ഏരിയയാണ് ദശാശ്വമേധ ഘട്ട്. അവിടെയാണ് ഈ ഗംഗാരതിയും കാര്യങ്ങളും നടക്കുന്നത് വൈകുന്നേരം. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തൊരു എപ്പിസോഡായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏകദേശം 80ഓളം ഘട്ടുകൾ എന്നാണ് പറയുന്നത്. ഈ ഗംഗയിലേക്കുള്ള ഈ ഒരു ബോട്ട് റൈഡ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
അതിപ്പോൾ ഇതിപ്പോൾ രാവിലെയാണ്. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബോട്ടിൽ ഈ ആരതി നടക്കുന്നത് ഈ ഗംഗയുടെ തീരത്താണ്. ഈ ഒരു ഓരോ ഘട്ടിൻ്റെയും ഈ ഒരു കോർണറിലാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഇവിടെ ഇതേപോലെ ബോട്ടിൽ കൊണ്ടുവരും. അപ്പം ഈ വെള്ളത്തിൽ നിന്നും കൊണ്ടും കാണാം, അതേപോലെ അവിടെ ഇരുന്നും കൊണ്ടും കാണാൻ പറ്റും. ഭയങ്കര തിരക്കായിരിക്കും, നമുക്കത് വൈകുന്നേരം കാണാം. പക്ഷികളെല്ലാം കൂടെ യുദ്ധമാണ്. എന്ത് ഭംഗിയാണല്ലേ. ഇതൊരു ഭയങ്കര രസമുണ്ട്. ഒന്ന് ക്ലൈമറ്റ്, കാരണം ഇപ്പോൾ ഒരു തണുപ്പാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റും അത് മൊത്തം ഇങ്ങനെ പുക കയറിയ പോലെ കണ്ടില്ലേ? ശരിക്കും അത് പുകയില്ല, കുറേയൊക്കെ ബോട്ടിൻ്റെ ഒക്കെ പുകകളുണ്ടാവും. പിന്നെ അതുകൂടാതെ മൊത്തം ഒരു മൂടൽമഞ്ഞുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു യാത്രയും അതേപോലെ ഇവിടുത്തെ ഈ ഘട്ടുകളുടെ കാഴ്ചകളും എല്ലാം ഓരോരോ ഘട്ടുകളാണ്. ഇത് ദശാശ്വമേധ ഘട്ട്, അതിൻ്റെ അപ്പുറത്ത് മണിമഹൽ ഘട്ട്, കുറേ അങ്ങോട്ടാണ് മറ്റേ ഈ നമ്മുടെ ശവങ്ങളൊക്കെ കത്തിക്കുന്ന ആ ഒരു ഘട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേക ഒന്നോ രണ്ടോ ഘട്ടുകൾ അതിന് വേറെ ഉണ്ട്. ഈ ഒരു ഗംഗാനദിയിലേക്കുള്ള ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ പോലെ സത്യമാണ്. അത് വാരാണസി തന്നെയാണ്. കാരണം ഇവിടുത്തെ ഈ ഒരു കൾച്ചറും ഇവിടുത്തെ ഈ ഒരു മൊത്തം ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയും ആൾക്കാരുടെ ആ ഒരു ജീവിതശൈലി എല്ലാം ഭയങ്കര പ്രത്യേകതയുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ലൈഫിൽ വൺ ടൈം ഒരിക്കലെങ്കിലും വന്നിട്ട് എല്ലാവരും വന്നിട്ടൊന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയായത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഗംഗാനദിയോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഘട്ടിന്റെ ഈ ഒരു ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ഘട്ട്, ഈ ഒരു ഏരിയയിൽ വൈകുന്നേരങ്ങളിൽ അവിടെ ഒരു വീഡിയോ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലളിത ഘട്ട് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് അവിടെ കാണുന്ന ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് മണികർണിക ഘട്ട്. അവിടെയാണ് ഈ ശവങ്ങളും കാര്യങ്ങളൊക്കെ കത്തിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. 24 hours ലൈവായിട്ട് 24 hours കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ ശരീരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവരുടെ ഫാമിലി ആൾക്കാരും ഉണ്ടാവും. അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്ന ഇതാണ് മണികർണിക ഘട്ട്. ഇവിടെ കാണുന്ന ആ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്ന അതെല്ലാം ഓരോരുത്തരുടെ ശവം വന്ന് ഇങ്ങനെ കത്തിച്ച് അവര് ഗംഗയിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പണ്ട് ഇവിടെ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് ഗംഗയിലേക്ക് ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ചു കേട്ടിട്ടുള്ളതും. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗംഗ ക്ലീൻ ആണ്, നല്ല ഒരു വെള്ളം എല്ലാം ക്ലീൻ ആണെന്ന് തന്നെ പറയാം. हाँ मैं टच करेगा हाँ 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 ഇത് രുദ്രാക്ഷമാണെന്ന് പറഞ്ഞ ശരിയാണ്. ഇതിങ്ങനെ രുദ്രാക്ഷം ഉണ്ട് ഇതിൽ. ഓക്കെ इसका अंदर का ये है ना, ये है ना. हाँ हाँ पंचमुखी. हाँ हाँ ऐसा कुछ. हाँ 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 अच्छा है. ഇങ്ങനെ ഈ ഓരോ ഘട്ടവും എല്ലാ ഘട്ടവും ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓരോ ഘട്ടിലും നമുക്കിങ്ങനെ നടന്ന് ഇപ്പോൾ നമ്മൾ ആ മണികർണിക ഘട്ട് വരെ നമുക്ക് പോകാൻ പറ്റും.
അപ്പോൾ ഇതിലെവിടെ ഈ ഒരു നടക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുണ്ട് മൊത്തത്തിൽ. കാരണം എല്ലാവരും ഒരേ ഒരു 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 ബ്ലസ്ഡ് ഫീലിംഗ് ആയിട്ട് വന്നുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു സന്തോഷമുണ്ട് മനസ്സിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മുഖത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു മെഷീൻ ഇങ്ങനെ ഓടുന്നുണ്ട്, അതാണ് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഗംഗേനെ ക്ലീൻ ചെയ്യുന്ന മെഷീനാണത്. നമ്മളീ കാണുന്ന ഈ ഒരു ഘട്ടാണിത്, ലളിതാ ഘട്ട്. ഈ ഒരു ഘട്ടിൻ്റെ ഉൾവശത്താണ് കാശി വിശ്വനാഥ ടെമ്പിൾ ഉള്ളത്. തനിപ്പിൻ്റെ തൊട്ടടുത്താണ് മണികർണിക ഘട്ട്. ഈ ലളിതാ ഘട്ടിൻ്റെ അകത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് ക്യാമറയോ കാര്യങ്ങളൊന്നും അലൗഡല്ല. അതിൻ്റെ ഉള്ളിൽ ഒരു പള്ളിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ പള്ളിയിൽ അവിടുത്തെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം പടയോട്ട സമയത്ത്, അതായത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഇത് നശിപ്പിക്കപ്പെടുകയും അവിടുത്തെ ശിവലിംഗം പ്രതിഷ്ഠ എടുത്തിട്ട് അവിടെ ഒരു കിണറ്റിടുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ അവിടെ ആ ഒരു പള്ളിയുണ്ട്. പിന്നെ ആ പള്ളി അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 250 വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് അത് പുതുക്കി പണിയുകയും ഇതിവിടെ വീണ്ടും പുതിയൊരു ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മിലിറ്ററിയുടെയും അല്ലെങ്കിൽ പോലീസിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷനിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടെമ്പിൾ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ക്യാമറ കാര്യങ്ങളൊന്നും അലൗഡല്ല. നമുക്ക് പുറത്ത് ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ടെമ്പിളിനകത്തേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പോകും. നമുക്കിനി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മണികർണികയായിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, അതായത് നമ്മൾ ശവശരീരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും അടക്കം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഇവിടെ ചെതയിൽ വെക്കുകയും ചെയ്യുന്ന ആ ഒരു മണികർണിക ഘട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൃതശരീരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നേരെ ഗംഗാനദിയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കരയിൽ വെച്ചിട്ട് കുളിപ്പിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിൽ അവിടെ വെച്ചും കൊണ്ട് അതിനൊന്ന് വെള്ളമൊക്കെ തളിച്ച് ഒന്ന് ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അത് നേരെ ചെതയിലേക്ക് കൊണ്ടുവരുന്നതും അവരുടെ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെതയിലേക്ക് കൊണ്ടുവന്നിട്ട് ദഹിപ്പിക്കും. നിങ്ങളവിടെ ആ ദൂരെ കാണുന്നുണ്ടല്ലേ, വെള്ളത്തിൽ 1-2 ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന്. അതായത് ഇവിടെ വരുന്ന ശവശരീരങ്ങൾ കത്തിച്ചതിന് ശേഷം അവരുടെ ചിതാഭസ്മം ഇതിലൊഴുക്കുമല്ലോ. ഇതെല്ലാം ഒഴുക്കുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ അവരത് കോരിയിട്ട് ആ മരിച്ച ശവശരീരങ്ങളിൽ ഉണ്ടാകുന്ന സ്വർണ്ണ അത് ഇങ്ങനെ വെള്ളത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉള്ളതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള അവരുടെ ജീവിതമാർഗം അവരങ്ങനെ കണ്ടെത്തുന്നത്.